ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വ്ളോഗിൽ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ ഹസ്ബൻഡിന് ലഞ്ച് പാക്ക് ചെയ്യുന്നതുമാണ് ഇതിലുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സോ വെൽക്കം ടു ശ്രീസ് വ്ളോഗ്. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും മാത്രമല്ല കേട്ടോ, 2 ഗ്ലാസ് വെള്ളം കുടിക്കുകയും ചെയ്യും, ചൂടുവെള്ളം. ഇന്ന് ലഞ്ചിന് ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റുമാണ്. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. ചിക്കൻ ഞാൻ വെറും ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് ഒരു പകുതി ഉള്ളി, പകുതി തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, അത്രയേ എടുത്തിട്ടുള്ളൂ ഇവിടെ. കുമ്പളങ്ങ ജ്യൂസിന് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചു. ചിക്കൻ കുക്കായി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചൂടുവെള്ളമാണോ കുടിക്കാറ് അതോ ചായയോ കാപ്പിയോ ആണോ കുടിക്കാറ്? നിങ്ങൾ കമൻസിൽ അറിയിക്കണേ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവലുപ്മാവാണ്. അതിനുള്ള വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ജ്യൂസ് റെഡിയായി 2 ഗ്ലാസ്സിലാക്കി വെച്ചു. പിന്നെ ഇത് ചെറുപയർ മില്ലറ്റ് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനത് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിനിടയിൽ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി. പിന്നെ ചെറുപയറും മില്ലറ്റും കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടു, കുക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ ഇത് അവൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അവലുപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനിടയിൽ വിസിലടിച്ചു കുക്കറിൻ്റെ. അടിപൊളി ഉപ്മാവാണ് കേട്ടോ അവൽ. ഇതിൽ ഞാൻ തേങ്ങയും മല്ലിയിലും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരും. അപ്പോഴത്തേക്ക് പ്രജയേട്ടൻ കുളിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കും. അതിനിടയിൽ ചെറുപയർ മില്ലറ്റ് കഞ്ഞി റെഡിയായി. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും തേങ്ങ ചിരണ്ടിയതും ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ബോയിൽ ചെയ്തു. പിന്നെ 2 ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി. അതിനിടയിൽ ഞാൻ ചപ്പാത്തി ചുട്ടതിന് ശേഷം അതിലേക്ക് 2-3 ഡ്രോപ്പ് ഘീ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് തൂവും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആയിരിക്കും. അങ്ങനെ ഞാൻ ലഞ്ച് പ്രജയേട്ടനുള്ള ലഞ്ച് ബോക്സിൽ എടുത്തു വെച്ചു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വളരെ കുറവായിരുന്നു. ജസ്റ്റ് സലാഡിന് ഒരു പീസ് കക്കിരിക്ക, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു ഉപ്പേരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ബീട്രൂട്ടും എടുത്തിട്ട് ഒരു ചെറിയ ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അതൊക്കെ പാക്ക് ചെയ്തു. പ്രജയേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി. ഫ്രീ ആയിരിക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കൂ, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇനി ഞാൻ കിച്ചൺ ഒന്ന് നീറ്റാക്കും. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. കിച്ചൺ ഒന്ന് മോപ്പ് വെച്ച് തുടച്ച് ഡ്രൈ ആക്കി വെക്കും. അതിനുശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആയത്. നല്ല രസമാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. ഒരു മണി കഴിഞ്ഞു, ലഞ്ച് ടൈമായി. ലഞ്ച് വിത്ത് എ ഫീൽ ഗുഡ് മൂവി, ഇതാണ് എൻ്റെ പരിപാടി. അത് മിക്കവാറും സത്യനന്ദിക്കാട് മൂവി ആയിരിക്കും. ചിലപ്പോൾ മുന്നേ കണ്ട സിനിമയാവാം. ആദ്യത്തെ ഒരു 25 മിനിറ്റ്സേ കാണുള്ളൂ. പക്ഷേ ഇതെൻ്റെ സന്തോഷങ്ങളിലൊന്നാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.